ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, തൃശ്ശൂരിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിജി ജസ്റ്റിൻ ആണ് നമ്മുടെ അതിഥി. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും ഹലോ മലയാളത്തിലേക്ക്. ഡോക്ടറെ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ, വലിയൊരു ഉത്തരവാദിത്തമാണ്. താങ്ക് യു സോ മച്ച്. അത് തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്തം. പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ വളരെയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അടുത്ത 5 വർഷം 2025 മുതൽ 2030 വരെയുള്ള കാലഘട്ടം തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ നമുക്ക് സുവർണ ലിപികളാൽ രചിതപ്പെടാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി അഴിമതിരഹിത ഒരു കോർപ്പറേഷൻ ഭരണം കാഴ്ചവെക്കാനാണ് സ്വപ്നം കാണുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം വിവാദങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് വിവാദങ്ങളിലേക്ക് കടക്കണ്ട. അതിനു മുൻപ് തന്നെ ഇപ്പം ഈ ഡോക്ടറാണ്, അപ്പോൾ ആശുപത്രിയുണ്ട്, അതിനൊപ്പം തന്നെ ഒരു വലിയ ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും പ്രയാസം നേരിടുമോ? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞാൻ ഡോക്ടർ ഉദ്യോഗം, അതായത് ആശുപത്രിയിൽ പോയിട്ടുള്ള ഡോക്ടർ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് 6 വർഷമായി. അപ്പോൾ എനിക്ക് ഇതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന പ്രശ്നം ഇല്ല. കുറേ അധികം നാളുകൾ രണ്ടും ഒരുമിച്ച് കൊണ്ട് നടന്നിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ മുഴുവൻ സമയ പൊതുപ്രവർത്തക തന്നെയായിരുന്നു. ഓക്കെ, ശരി 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 ഡോക്ടർ, ഇപ്പോൾ പലർക്കും ഈ വിവാഹത്തിന് ശേഷം, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിവാഹത്തിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനമുള്ളവർ, പൊതുപ്രവർത്തനമുള്ളവർക്ക് പിന്നീട് അത് കുടുംബജീവിതത്തിലേക്കൊക്കെ മാറുമ്പോൾ അത് അത്ര കണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. പക്ഷേ ഡോക്ടർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ വൻ സപ്പോർട്ട് ഇട്ടുണ്ടാവുക. കാരണം ഭർത്താവിൻ്റെ അച്ഛനും നഗരസഭയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എത്രത്തോളമായിരുന്നു? അതെ, തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയാണ് എൻ്റെ സ്ട്രോങ് പില്ലറായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയാം. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ അപ്പച്ചൻ തൃശ്ശൂരിൻ്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു 1983-84 കാലഘട്ടത്തിൽ. അപ്പോൾ ഇവിടെയുള്ള വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ചെറുപ്പം മുതലേ അത് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നതിൽ അവർക്ക് സന്തോഷമുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് കുടുംബാംഗങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കട്ട സപ്പോർട്ടുമായിട്ട് കുടുംബാംഗങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഓക്കെ, ഇപ്പം പറഞ്ഞ പോലെ ഡോക്ടർ എന്ന നിലയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല സാമൂഹ്യ പ്രവർത്തനങ്ങളും സജീവമായ ആളാണ് അങ്ങ്. ഇപ്പം ഈ ലേബർ റൂമിൽ ഭർത്താവ് വേണം എന്നുള്ള നിർബന്ധമുള്ള ഡോക്ടർ, അങ്ങനെയൊക്കെ പല രീതിയിലും സാമൂഹ്യ പ്രവർത്തന മേഖലയിലും അങ്ങ് സജീവമായിരുന്നു. അപ്പോൾ എന്തൊക്കെ തലത്തിലുള്ള പദ്ധതികളാണ് അങ്ങയുടെ മനസ്സിലുള്ളത്? അതെ, ഞാൻ തൃശ്ശൂരിൻ്റെ മേയറായി ചാർജ് എടുത്തപ്പോൾ തന്നെ, സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് യാത്ര ചെയ്ത് കടന്നു വരുന്ന സ്ത്രീകൾക്ക് നല്ല ടോയ്ലറ്റ്സ് ഇല്ല. അതുകൊണ്ട് പിങ്ക് വാഷ്റൂംസ്, വളരെ ക്ലീൻ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള പിങ്ക് വാഷ്റൂംസ് തൃശ്ശൂർ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് പോയിന്റുകളിലും മാർക്കറ്റുകളിലും സ്ഥാപിക്കുക എന്നുള്ള വലിയൊരു സ്വപ്നം ഉണ്ട്. അത് സ്ഥാപിക്കുക മാത്രമല്ല, പലപ്പോഴും നമ്മൾ ടോയ്ലറ്റ്സ് സ്ഥാപിക്കും, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ആണ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ പിങ്ക് വാഷ്റൂംസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് എന്തായാലും അത് നടത്താൻ സാധിക്കും എന്ന് ആ കാര്യത്തിൽ വളരെയേറെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, കൃത്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, വ്യായാമം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഓപ്പൺ ജിംസ്, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി പകൽ വീടുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, അവർക്കും വേണ്ടി ജിമ്മ്, അതായത് കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെനോപോസൽ ഏജ് ഗ്രൂപ്പിലേക്ക് സ്ത്രീകൾ, രണ്ടു കൂട്ടരും പ്രത്യേകിച്ച് സ്ത്രീകൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മസിൽ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ സാർക്കോപീനിയ എന്ന് പറയും. അപ്പോൾ നമ്മൾ വെറുതെ നടത്തം മാത്രം ഒരു വ്യായാമം പോരാ, സ്ത്രീകൾ ജിമ്മ് അല്ലെങ്കിൽ മസിൽസിൻ്റെ എക്സസൈസ്
ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നല്ലൊരു ബോധവൽക്കരണം, അതിനോടൊപ്പം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, അതുപോലെ തന്നെ പാപ്സ്മിയർ ടെസ്റ്റ്, അങ്ങനെ എല്ലാ കാര്യത്തിലും ആരോഗ്യ മേഖലയിൽ എന്തായാലും ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും കൗൺസിലേഴ്സിനെ വെക്കാനുള്ള പ്ലാനുണ്ട്. അതുപോലെ തന്നെ എല്ലാ കോർപ്പറേഷൻ ഡിവിഷനുകളിലും അർബൻ അംഗൻവാടീസ് സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ട് അത് ആരംഭിക്കാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ അടിസ്ഥാനപരമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു വശത്ത്, മറുവശത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മറുവശത്ത്, ഇത് രണ്ടും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മനസ്സിൽ പ്ലാൻ ഓക്കെ. അപ്പം മനോഹരമായ ഒത്തിരി പദ്ധതികളുണ്ട്. ഇതൊക്കെ നന്നായിട്ട് നടപ്പാക്കാൻ പറ്റട്ടെ. കാരണം ഈ ഒരുപാട് കാരണം സ്ത്രീകൾക്കൊക്കെ ഇത്രയും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങയുടെ മനസ്സിലുണ്ട്. അപ്പം ആ പദ്ധതികളൊക്കെ ഈ ഫലത്തിലേക്ക് വരട്ടെ. അത് നമ്മുടെ നാടിന് തന്നെ തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ മാതൃകയാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഡോക്ടർ, ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ പ്രൊഫഷനിൽ നിന്ന് മാറി ഇപ്പം മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തിക്കുകയാണ്. പക്ഷേ എങ്കിലും തൃശ്ശൂരിലെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജി ഡോക്ടർ കൂടിയാണ് അങ്ങ്. ഇപ്പോഴും ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ഒരു പ്രൊഫഷനിൽ നിന്ന് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ഒടുവിൽ ഇപ്പോൾ നഗരത്തിൻ്റെ ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ ഡോക്ടർ എന്ന നിലയിലേക്ക് കിട്ടിയ സ്വീകാര്യതയൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് ഗുണകരമായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 2000-ലാണ് ഞാൻ പ്രസവമുറിയിൽ ഭർത്താവിനെ കയറ്റുന്നത്. അതിനുവേണ്ടി സൗജന്യമായിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു വന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, 2004-ലാന്ന് തോന്നുന്നു, പ്രസവമുറിയിൽ പേഷ്യൻറ്റിൻ്റെ ഡെലിവറി ഞങ്ങൾ ഹസ്ബൻഡും കൂടി കയറി ഡെലിവറി ഫുൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും കൊല്ലങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ സിനിമാ നടിമാരും മറ്റുള്ള പ്രമുഖരൊക്കെ പ്രസവമുറിയിൽ അവർ ഡെലിവറി റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാകുമ്പോൾ, അതിന് മുമ്പ് 2000-ൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള 25 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ ഡിവിഷനിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഡെലിവറി എടുത്ത പേഷ്യൻസ് അവർ ധാരാളം ഞാൻ മത്സരിച്ച ഡിവിഷനിലുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ ഡെലിവറി എടുത്ത പേഷ്യൻസിൻ്റെ മക്കൾ 18 വയസ്സായിട്ട് എനിക്ക് കന്നി വോട്ട് ചെയ്തവരുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. നമ്മൾ ഇത്ര നാളും ഗൈനക്കോളജി ഡോക്ടർ എന്ന നിലയിലും അതുപോലെ തന്നെ പൊതു രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മത്സര രംഗത്തേക്ക് വന്നപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാനിരിക്കുന്ന കൗൺസിലിൽ ഇപ്പോൾ ഞാൻ മേയറാണല്ലോ, എൻ്റെ സഹ കൗൺസിലറായിട്ടുള്ള ഒരു കൗൺസിലർ എൻ്റെ അടുത്ത് ഞാൻ ഡെലിവറി എടുത്ത ആളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഞാൻ ഇത്ര നാളും തീർച്ചയായും. ഇപ്പം രാവിലെ നമ്മൾ വിവാദം പറയുന്നത് ശരിയല്ല. ഇപ്പം അങ്ങയുടെയും എൻ്റെയും ഒക്കെ മൂഡ് പോകുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും നിലനിൽക്കുന്ന ഒരു വാർത്ത ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കണം. ഇപ്പം കൊച്ചിയിലേതുപോലെ തന്നെ തൃശ്ശൂരിലും മേയറെ ചൊല്ലി വലിയ തർക്കം ഉണ്ടായിരുന്നു. ലാലി ജെയിംസ് പാർട്ടിയെയും നിജിയെയും അധിക്ഷേപിച്ച് സംസാരിച്ച് നമ്മൾ കേട്ടു. സസ്പെൻഷൻ വന്നു. പദവിക്ക് വേണ്ടി പണം നൽകി പദവി വാങ്ങി എന്നൊക്കെ ആരോപണം ഉന്നയിച്ചു. ഇന്നും ഇപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം മറുപടി പറഞ്ഞു. രാത്രി ഈ നടപടി കൊണ്ടുവരുന്നതൊന്നും ശരിയല്ല, ഈ ഒരു സ്ത്രീയെ ഒതുക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ഇന്ന് രാവിലെ കുറച്ച് മുൻപ് കൂടി വന്നു. ഇതിന് മറുപടി ഉണ്ടോ ഡോക്ടറെ? ഞാൻ ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബ പാരമ്പര്യം ഞാൻ പറഞ്ഞു. എൻ്റെ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ 1999-ൽ ആരംഭിച്ചതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2000 വർഷത്തിൽ ഞാൻ ഇപ്പോൾ മത്സരിച്ച കിഴക്കുംപാട്ടിയുടെ ഡിവിഷനിൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ്, ആഗ്രഹിച്ചതാണ്. അതിനൊക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അന്നേരം സീറ്റ് കിട്ടിയില്ല. അതിനുശേഷം 2004 മുതൽ 2007 വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിൻ്റെ കൂടെ, അദ്ദേഹം അന്നേരം പ്രസിഡന്റ്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. 2007 മുതൽ 2009 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഏക വനിതാ വൈസ് പ്രസിഡൻ്റായിരുന്നു. എൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നവർ ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് മാത്യു കുഴനാടൻ, അതുപോലെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിയാസ്, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2007-2009. 2009 മുതൽ 2014 വരെ ഞാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2 സംസ്ഥാന നേതാക്കളുടെ കൂടെ, അതായത് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്നപ്പോഴും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്നപ്പോൾ ഞാൻ അവരുടെ കൂടെ
വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്ഥാന ഭാരവാഹിത്വം കിട്ടുമ്പോൾ നമുക്ക് മറ്റു ജില്ലകളിലേക്കാണ് ചാർജ് തരാം. യൂത്ത് കോൺഗ്രസ് ആയിരുന്നപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലും മഹിളാ കോൺഗ്രസ് ആയിരുന്നപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം 2014 മുതൽ ഈ കാലയളവ് വരെ, ഈ നിമിഷം വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ വളരെ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ 27 വർഷം ഞാൻ പാർട്ടിയിൽ ഈ ജോലിയും സാമൂഹ്യ പ്രവർത്തനം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല സ്കൂളുകളിലും കോളേജുകളിലും പള്ളികളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ, ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാനും ക്യാമ്പ് നയിക്കാനും മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് ക്ലാസ് എടുക്കാനും ഒക്കെ അനേകം വർഷങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ്, അതിൻ്റെ ബോധവൽക്കരണം, സ്ത്രീകൾ മെൻസ്ട്രൽ സാനിറ്ററി പാഡിൽ നിന്നും മെൻസ്ട്രൽ കപ്പിലേക്ക് മാറണം എന്നുള്ള വിപ്ലവകരമായ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമൊക്കെ അനേകം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണ് എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും ഈ മെൻസ്ട്രൽ കപ്പിന് വേണ്ടി അങ്ങ് വിവാദങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാനില്ല. അതെ, ആ ക്യാമ്പയിനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. നിജിക്ക് പാർട്ടി പാരമ്പര്യമില്ല, ട്യൂഷൻ വേണ്ടി വരും എന്നൊക്കെയാണ് ലാലി പറഞ്ഞത്. അവർക്ക് ഇപ്പം അതേ നാണയത്തിൽ മറുപടി നൽകേണ്ടതില്ല എങ്കിലും അങ്ങയുടെ പാർട്ടിയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ വരവ് എങ്ങനെയാണ്, പാർട്ടിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, 1999 ഞാനിരിക്കുന്ന ഡിവിഷൻ, അല്ലെങ്കിൽ എൻ്റെ വീടിരിക്കുന്ന ഡിവിഷൻ, അവിടെ ലോക്കലായിട്ട് പ്രാദേശികമായി വർക്ക് ചെയ്തിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. പടിപടി, ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇനി വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പടിപടിയായി താഴെത്തട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. 99 മുതലാണ് ഞാൻ ആരംഭിച്ചത്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഒരുപാട് സ്ത്രീകളുള്ള ഒരു നഗരസഭ 27 വരെ. ഓക്കെ, ഒരുപാട് സ്ത്രീകളുള്ളൊരു നഗരസഭ എന്നത് മാത്രമല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കൂടുതലായി വരുന്നുണ്ട്. വിവിധ മേഖലകളിലുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്, അത് നല്ലൊരു സൂചനയായാണോ അങ്ങ് കാണുന്നത്? വളരെ നല്ലൊരു സൂചനയായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. ഇപ്പം ഞങ്ങളുടെ ഭരണസമിതിയിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, പിന്നെ മറ്റു പ്രൊഫഷണൽസും ഉണ്ട്. അതൊക്കെ വളരെ നല്ലൊരു സൂചനയാണ് കാണിക്കുന്നത്. അതായത് ജനങ്ങൾ കുറച്ചും കൂടി വിദ്യാഭ്യാസവും ആത്മാർത്ഥതയും ഉള്ള ആളുകളെ, പെരുമാറാൻ അറിയുന്ന ക്വാളിറ്റിയുള്ള ആളുകളെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവരിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ ഏത് നാടായാലും അതിൻ്റെ വികസനം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, മറ്റു പ്രൊഫഷൻസിലുള്ളവർ എല്ലാവരും കടന്നു വന്നിരിക്കുക. നല്ലൊരു മാറ്റമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഡോക്ടർ, നിർത്തുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ അങ്ങയുടെ പുറകിലൊരു നല്ല കാർട്ടൂൺ കാണുന്നുണ്ട്, എന്താണത്? ആ കാർട്ടൂൺ ഞാനിപ്പോൾ നോക്കായിരുന്നു. അതായത് ഇവിടുത്തെ അപ്പച്ചൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ മുനിസിപ്പൽ ചെയർമാൻ ആയത് അദ്ദേഹത്തിന് ടോസ് ഇട്ടിട്ടാണ്. ടോസിലാണ് അദ്ദേഹത്തിന് മുനിസിപ്പൽ ചെയർമാൻഷിപ്പ് കിട്ടിയത്. അപ്പം അന്നേരം പേപ്പറിൽ വന്ന കാർട്ടൂൺ, ഞാനിത് പ്ലാൻ ചെയ്ത് വെച്ചതല്ല, ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതങ്ങനെ വന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നപ്പോൾ ഇതുപോലെ പിറ്റേ ദിവസം പത്രത്തിൽ വന്ന കാർട്ടൂൺ, അത് മക്കളിവിടെ സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് തപ്പി കിട്ടിയത്. അപ്പോൾ അത് വേഗം അത് ഫ്രെയിം ചെയ്ത് വെച്ചു എന്ന് മാത്രം. 83-84 പിക്ചറാണത്. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം കൂടി, ഈ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കായിരിക്കും. അത് പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് വളരെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റിന്റെ വരച്ച ചിത്രമാണത്. ഞാനിപ്പോ പേര് തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടങ്കണ്ടത്ത്. എന്നാ കുഴപ്പമില്ല. ഡോക്ടറെ, ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷങ്ങളൊക്കെ ഇത്തവണ ഇരട്ടി മധുരമായിരിക്കുമല്ലോ. അയ്യോ, ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കല്ലേ ഞാൻ. ക്രിസ്മസ് ബമ്പർ അടിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു. ഓക്കെ അപ്പോൾ ഡോക്ടർ, അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന്. നല്ലൊരു ദിവസമാകട്ടെ, നല്ലൊരു വർഷമാകട്ടെ. അങ്ങക്ക് നല്ല കാഴ്ചപ്പാടുകളുണ്ട്, അപ്പോൾ അതെല്ലാം പ്രാവർത്തികമാകട്ടെ. അങ്ങയ്ക്കും അങ്ങയുടെ ടീമിനും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട മേയറാണ് നമുക്കൊപ്പം ചേർന്നത്, നിജി ജസ്റ്റിൻ. അദ്ദേഹം അവരുടെ കാഴ്ചപ്പാടുകളും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞതും.